എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ പറക്കട്ടെ. ജോഗ്രാഫ്: ജേർണലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ. ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും മനഃശക്തി പ്രാപിക്കുന്നതിനും ലോകത്തിൽ ഇന്നുവരെ ഉപയോഗിക്കപ്പെട്ട ഏറ്റവും ശക്തമായ ആശയങ്ങളാണ് ജേർണലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ ആൻഡ് മെഡിറ്റേഷൻ. ഇവയുടെ സംയോജിത രൂപമാണ് ജോഗ്രാഫ് മെഡിറ്റേഷൻ. ഞാൻ ക്ഷണിക്കുന്നു, ഞാൻ മറക്കുന്നു, ഇരിക്കുവാൻ പൊൻകാടിക്കട്ടെ. ജോക ജോക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എല്ലാത്തുമേ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. ജോക ജോക ജോക. നിങ്ങളുടെ മനോവിഷമങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പദ്ധതികൾ ഇവ മനസ്സിൽ കുറിക്കുക. അതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്ന, നിങ്ങളുടെ മനോവിഷമങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന, ഹൃദയത്തിനും മനസ്സിനും ആനന്ദവും ആശ്വാസവും നൽകുന്ന അതിശക്തമായ മെഡിറ്റേഷനാണ് ജോഗ്രാഫ്. പുരാതന ചിന്തകളായ ഹെർമറ്റിക്, സ്റ്റോയിസം, സൂഫിസം, ബുദ്ധിസം, ഹോഓപ്പനോപ്പനോ, പോസിറ്റീവ് സൈക്കോളജി, മൈൻഡ്ഫുൾനെസ്, ലോ ഓഫ് അട്രാക്ഷൻ, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ന്യൂറോ സയൻസ് എന്നിവയുടെ അടിത്തറയിൽ ചിട്ടപ്പെടുത്തിയ 100% ഫലം ഉറപ്പു നൽകുന്ന ശക്തമായ മെഡിറ്റേഷൻ. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പോ എഴുന്നേൽക്കുന്ന ഉടനെയോ ആണ് ഈ മെഡിറ്റേഷൻ ചെയ്യാവുന്നത്. ഈ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിനെ ഏറ്റവും സജീവമാക്കുന്ന തീറ്റ വേവ്സ് ഏറ്റവും പ്രബലമാണ്. ഇതിൽ പ്രധാനമായും 4 ഘടകങ്ങളാണുള്ളത്. 1. ജേർണലിംഗ്. നിങ്ങളുടെ ആശങ്കകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒരു പേപ്പറിൽ എഴുതുക. അത് നിങ്ങളുടെ വിഷമങ്ങളാകാം, സ്വപ്നങ്ങളാകാം. ഇത് സ്ഥിരമായി ഒരു ഡയറിയിൽ എഴുതാം. ഇപ്രകാരം എഴുതുമ്പോൾ 3 കാര്യങ്ങൾ എഴുതേണ്ടതാണ്. 1. നിങ്ങളെ ഇപ്പോൾ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്താണ്? 2. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന, നേടിയെടുക്കാൻ കൊതിക്കുന്ന കാര്യം എന്താണ്? അതിൻ്റെ പ്രഖ്യാപനം എന്താണ്? അതിനായി നിങ്ങളുടെ നാളത്തേക്കുള്ള പ്രവൃത്തി, ആക്ഷൻ എന്താണ്? 3. ലോകത്തിലെ ഏറ്റവും ശക്തമായ 7 അഫർമേഷൻസ് എഴുതുക. ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം റിച്ച്, ഐ ആം സ്മാർട്ട്, ഐ ആം പെർഫെക്റ്റ്, ഐ ആം ഹോൾ, ഐ ആം കംപ്ലീറ്റ്. രണ്ടാമത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക. നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും നന്മ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇതിനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നുകൂടി പറയും. ഇന്ന് ഒരു നന്മയും ഇല്ലെന്ന് തോന്നുകയാണോ? എങ്കിൽ ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധിച്ചെങ്കിൽ, സൂര്യപ്രകാശം ലഭിക്കാൻ സാധിച്ചെങ്കിൽ, ഇങ്ങനെ എത്രയോ നന്മകളാണ് നമുക്ക് എഴുതുവാൻ സാധിക്കുക. മൂന്നാമത്തതാണ് അഫർമേഷൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയതായുള്ള പ്രഖ്യാപനം. നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുന്ന ശക്തമായ ഓട്ടോ സജഷൻ. നാവുകൊണ്ട് പറയുന്നത്, എഴുതുന്നത്, ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത് അത് തീർച്ചയായും സാധിക്കും. നടക്കും എന്ന വിശ്വാസത്തോടെ, നടന്നിരിക്കുന്നു എന്ന അനുഭവത്തോടെ ഈ പ്രഖ്യാപനം നിങ്ങൾ നടത്തുക. നാലാമത്തതാണ് വിഷ്വലൈസേഷൻ. ശാന്തമായി
നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ കമാൻഡ് കടത്തിവിടുകയാണ് ഈ ഘട്ടം. ഈ ഘട്ടത്തിൽ നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയിരിക്കും. ഇനി അത് യാഥാർത്ഥ്യമാക്കാൻ കാത്തിരിക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. ഈ മെഡിറ്റേഷൻ ദിവസവും പരിശീലിക്കുക. ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വലിയ നൽകുവാൻ കാത്തിരിക്കുകയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. Joker